നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് മീറ്റേഴ്സ്. നമ്മൾ പഠിച്ച ബേസിക് മീറ്റേഴ്സിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷനിലേക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പോവുക. റേഞ്ച് എക്സ്റ്റൻഷനിനകത്ത് വാട്ട് ആർ ദ ഡിവൈസസ് അല്ലെങ്കിൽ എന്ത് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് റേഞ്ച് എക്സ്റ്റൻഷൻ നടത്തുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ പറയുക. 4 കോമൺ മെത്തേഡ്സ് ഫോർ റേഞ്ച് എക്സ്റ്റൻഷൻ. റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ഷണ്ട്, മൾട്ടിപ്ലയർ, CT ആൻഡ് PT. റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഇതാണ്. ഇതിനകത്ത് ഓരോന്നും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഷണ്ട്സ് ഫോർ അമ്മീറ്റേഴ്സ്. അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് ഷണ്ട് ഉപയോഗിക്കുക. മൾട്ടിപ്ലയേഴ്സ് ഫോർ വോൾട്ട് മീറ്റർ റേഞ്ച് എക്സ്റ്റൻഷൻ. വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ. CT അമ്മീറ്ററിൻ്റെ തന്നെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്, ബട്ട് മെയിൻലി യൂസ്ഡ് ഇൻ AC സർക്യൂട്ട്സ്. കൺഫൈൻഡ് ടു ഓൺലി AC സർക്യൂട്ട്സ്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ വാക്ക് വരുമ്പം തന്നെ AC മെഷീൻസ് ആണ് അല്ലെങ്കിൽ AC സർക്യൂട്ട്സിലാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. AC കറണ്ട് റേഞ്ച് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ AC അമ്മീറ്റർ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അമ്മീറ്ററിലുള്ള റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുക. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ PT, they are used for range extension of AC voltmeters. AC voltmeters-ന്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഇവർ രണ്ടുപേരെയും CT ആൻഡ് PT ആർ കോമൺലി കോൾഡ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. they are commonly called instrument transformers. റേഞ്ച് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ അവർ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നും മെഷർമെൻറ്റ് ഓഫ് ലാർജ് കറൻറ്റ്സ് ആൻഡ് ലാർജ് വോൾട്ടേജസും കൂടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള പേരും കൂടെ അവർക്കുള്ളത്. സോ ദീസ് ആർ ദ ബേസിക് ഡിവൈസ് അല്ലെ ബേസിക് സർക്യൂട്ട്സ് യൂസ്ഡ് ഫോർ റേഞ്ച് എക്സ്റ്റൻഷൻ. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള ഓരോരുത്തരായിട്ട് നോക്കാം. അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷനാണ് നമ്മൾ തുടക്കത്തിൽ പറയുക. റേഞ്ച് എക്സ്റ്റൻഷൻ ഫോർ അമ്മീറ്റേഴ്സ്. ദ റേഞ്ച് എക്സ്റ്റൻഷൻ ഈസ് ഡൺ ഇൻ അമ്മീറ്റേഴ്സ്. അമ്മീറ്റേഴ്സിൽ റേഞ്ച് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്മീറ്ററിന് പാരലായിട്ട്, ആ ഷണ്ട് എന്നുള്ള വാക്കിനകത്ത് തന്നെ ഉണ്ട്, പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന്. ലോ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ അമ്മീറ്റർ. അമ്മീറ്ററിൻ്റെ പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് വിച്ച് ഇസ് കോൾഡ് ഷണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. എ ലോ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ അമ്മീറ്റർ. അവർക്ക് ഉണ്ടാവേണ്ട ബേസിക് പ്രോപ്പർട്ടീസ്, അമ്മീറ്റർ ഷണ്ടിനുണ്ടാവേണ്ടത്, ദ ബേസിക് പ്രോപ്പർട്ടീസ് ഫോർ അമ്മീറ്റർ ഷണ്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഷുഡ് ബി ലോ. അതായത് ഇപ്പം അമ്മീറ്ററിൻ്റെ പാരലായിട്ട് നമ്മളൊരു ഷണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീറ്ററിൻ്റെ പാരലായിട്ട് നമ്മളൊരു ഷണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് എ ഷണ്ട് റെസിസ്റ്റൻസ്, എ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ മീറ്റർ, ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇയാളുടെ നമ്മുടെ ഷണ്ടിൻ്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ദ റേഞ്ച് എക്സ്റ്റൻഷൻ വോണ്ട് ബി പ്രോപ്പർ. റേഞ്ച് എക്സ്റ്റൻഷൻ പ്രോപ്പർ ആയിരിക്കത്തില്ല. മാത്രമല്ല റീഡിങ്ങിൽ എന്തെങ്കിലും എറർ പറ്റാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഷുഡ് ബി ലോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല, റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ. ദെയർ ഷുഡ് നോട്ട് ബി എ റെസിസ്റ്റൻസ് വേരിയേഷൻ അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ ഫോർ ദ ഷണ്ട് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ കാര്യം, ടൈം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഏജിങ് അങ്ങനെയുള്ള സംഗതി അനുസരിച്ച് കുറേ സമയം കഴിയുമ്പോൾ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി മാറാൻ പാടില്ല. വിത്ത് ടെമ്പറേച്ചർ ആൻഡ് അതർ ഫാക്ടേഴ്സ്, വേറെയുള്ള കാര്യങ്ങളൊന്നും റെസിസ്റ്റൻസിനെ ബാധിക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ ഏകദേശം കോൺസ്റ്റൻ്റ് ആയ ഒരു റെസിസ്റ്റൻസ് ഉള്ള, ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയൽ വെച്ച് വേണം ആ റിസർച്ചിനെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട്. ഷുഡ് ക്യാരി ദ കറണ്ട് വിത്തൗട്ട് എക്സസീവ് ടെമ്പറേച്ചർ റൈസ്. എക്സസീവായിട്ട് കൂടുതലായിട്ട് ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റും തേർഡ് പോയിൻറ്റും തമ്മിൽ കണക്റ്റഡാണ്. ടെമ്പറേച്ചർ റൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദെയർ വിൽ ബി വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചർ കൂടാൻ പാടില്ല. ആൻഡ് ഷുഡ് ഹാവ് ലോ തെർമൽ EMF വിത്ത് കോപ്പർ. എന്തിനാണ് ലോ തെർമൽ EMF വിത്ത് കോപ്പർ എന്ന് തന്നെ എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മിക്ക മീറ്ററിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെയും മൂവിങ് കോയിൽ അല്ലെങ്കിൽ ബേസിക് കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ന് പറയുന്നത് കോപ്പർ വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് ദർ ഇസ് എ തെർമൽ EMF വിച്ച് എക്സിസ്റ്റ് വിത്ത് കോപ്പർ, അവരുടെ ഇടയ്ക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ദർ ഇസ് എ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറുമായിട്ടൊരു തെർമൽ EMF ഉണ്ടാക്കുവാണെങ്കിൽ അവിടെ തന്നെ ഒരു വോൾട്ടേജ് ഡിഫറൻസിനും കറണ്ട് ഫ്ലോയ്ക്കുള്ള ചാൻസ് ഉണ്ട്, വിച്ച് വിൽ മേക്ക് ദ റീഡിങ് എറേനിയസ്. നമ്മുടെ റീഡിങ് എറർ ആയി പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ മെറ്റീരിയലിനെ ചൂസ് ചെയ്യുമ്പം
കോപ്പറുമായിട്ട് തെർമൽ EMF അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് എഫക്റ്റ് കോപ്പറുമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് ആ മെറ്റീരിയലിൻ്റെ ചൂസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ മാക്സിമം കുറവായിരിക്കണം. അതർ ടൈമിനനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സസീവ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാൻ പാടില്ല. ലാസ്റ്റ് വൺ, ദെയർ ഷുഡ് നോട്ട് ബി തെർമൽ EMF, ഡെവലപ്പിംഗ് എ തെർമൽ EMF വിത്ത് കോപ്പർ. ബേസിക്കായിട്ട് ഷണ്ടിൻ്റെ പ്രോപ്പർട്ടികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ ഇതേ കമ്പാരിറ്റീവ്ലി ഷണ്ടിനെ പോലെ തന്നെ ആയിരിക്കണം മൾട്ടിപ്ലയേഴ്സ്. പക്ഷേ വാട്ട് ഇസ് എ ഡിഫറൻസ്? ഇത് വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. വിശദമായിട്ട് നമ്മൾ അവരെ പറ്റി പറയും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇൻ റേഞ്ച് എക്സ്റ്റൻഷൻ ഫോർ വോൾട്ട് മീറ്റേഴ്സ് അതിന് ഉപയോഗിക്കുന്ന സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആ കണക്ഷൻ്റെ പേര്, അതാണ് മൾട്ടിപ്ലയർ. ഷണ്ടെന്ന് അമ്മീറ്ററിൽ പറയുന്ന അതേ കാര്യത്തിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് വോൾട്ട് മീറ്ററിൽ പറയുക. പക്ഷേ ദ ഡിഫറൻസ് ഈസ് ഷണ്ട് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ ഹൈ റെസിസ്റ്റൻസ്, വലിയൊരു റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് വിത്ത് എ ലാർജ് വാല്യൂ ഓഫ് സീരീസ് റെസിസ്റ്റൻസ് ഫോർ റേഞ്ച് എക്സ്റ്റൻഷൻ. അതായത് നോർമലി റേഞ്ച് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടാത്ത ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ നോർമൽ വോൾട്ട് മീറ്ററിൻ്റെ സർക്യൂട്ടിനകത്ത് വോൾട്ട് മീറ്റർ മാത്രമേ ഉള്ളെങ്കിൽ ആ വോൾട്ട് മീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ലാർജ് റെസിസ്റ്റൻസും കൂടെ RM മൾട്ടിപ്ലയർ, അങ്ങനെ ഒരു ലാർജ് റെസിസ്റ്റൻസും കൂടെ വരുന്ന കേസായിരിക്കും മൾട്ടിപ്ലയറിൻ്റെത്. മൾട്ടിപ്ലയറിൻ്റെ കാര്യവും ടെമ്പറേച്ചർ വേരിയേഷൻ ഇത് രണ്ട് കേസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെമ്പറേച്ചർ അനുസരിച്ച് ടൈമിനനുസരിച്ചും ടെമ്പറേച്ചറിനനുസരിച്ചും വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ദെയർ ഷുഡ് നോട്ട് ബി വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു രണ്ട് ഫാക്ടേഴ്സ്, ടൈം ആൻഡ് ടെമ്പറേച്ചർ. ടൈം ആൻഡ് ടെമ്പറേച്ചർ. AC മീറ്റേഴ്സിന് നോൺ ഇൻഡക്റ്റീവ്ലി വൗണ്ട്, ദാറ്റ് മീൻസ് നോൺ ഇൻഡക്റ്റീവ് ആയിരിക്കണം ആ RM എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ACയുടെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ ലിമിറ്റുണ്ട്. AC മീറ്റേഴ്സിൽ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി വോൾട്ട് മീറ്റേഴ്സിൽ ഉപയോഗിക്കപ്പെടുന്ന പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സാണ്. പക്ഷേ ഒരു റേഞ്ചിനകത്താണെങ്കിൽ വിത്തിൻ എ റേഞ്ച് കുറച്ചുകൂടെ ലോ വോൾട്ടേജസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിച്ച് അത് ചെയ്യാം. പക്ഷേ ആ കേസിൽ ആ കണക്ട് ചെയ്യുന്ന മൾട്ടിപ്ലയറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ ഷുഡ് ബി ആസ് ലോ ആസ് പോസിബിൾ, മിനിമം ആസ് പോസിബിൾ. നോൺ ഇൻഡക്റ്റീവ്ലി വൗണ്ട് ആയിരിക്കണം. കാരണം ACയിൽ ഇൻഡക്റ്റൻസ് വന്നാൽ ആ റെസിസ്റ്റൻസ് ഹാസ് ആൻ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ടൈം കോൺസ്റ്റൻറ്റും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ടാണ് ദേ ഷുഡ് ബി നോൺ ഇൻഡക്റ്റീവ്ലി വൗണ്ട് എന്ന് പറയുക. അപ്പോൾ ദീസ് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഫോർ അമ്മീറ്റർ ഷണ്ട് ആൻഡ് വോൾട്ട് മീറ്റർ മൾട്ടിപ്ലയർ. ഇനി നമുക്ക് അമ്മീറ്ററിൻ്റെ ഷണ്ടിൻ്റെ ബേസിക് സർക്യൂട്ടും അതിൻ്റെ ബേസിക് റിലേഷനിലേക്കും കടക്കാം. ദിസ് വൺ ഈസ് ദ സപ്ലൈ കറണ്ട്. ആദ്യം ഉണ്ടായിരുന്ന മെയിൻ കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. ടോട്ടൽ കറണ്ട് I ആണ്. ആ അമ്മീറ്ററിനോട് കണക്ട് ചെയ്തേക്കുന്നത് ദിസ് ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ, ഷണ്ട് ആയിട്ടാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ദർ ആർ 2 പാത്ത് ഫോർ കറണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കറണ്ട് മുറിഞ്ഞു പോകാനായിട്ട് രണ്ട് വഴികളുണ്ട് അവിടെ. ഡെഫിനറ്റ്ലി കറണ്ട് ഡിവിഷൻ, ഇങ്ങോട്ട് പോകുന്ന കറണ്ടിനെ ദിസ് പാത്ത്, ആ കറണ്ടിനെ നമ്മൾ IM എന്നും ഇങ്ങോട്ട് പോകുന്ന കറണ്ടിനെ നമ്മൾ IS എന്നും വിളിക്കും. ഇത് നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസാണ്. വേണമെങ്കിൽ അയാളുടെ റെസിസ്റ്റൻസിനെ RSH എന്ന് മാർക്ക് ചെയ്യാം. ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് മാർക്ക്ഡ് ആസ് RSH. അപ്പോൾ മീറ്റർ കാണിച്ചിട്ടുണ്ട്, മീറ്ററിന് പാരലായിട്ടൊരു ഷണ്ട് റെസിസ്റ്റൻസും. ഇത് RM എന്ന് പറയുന്നത് മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ്. RM ഇസ് ഡിനോട്ടഡ് ആസ് മീറ്റർ റെസിസ്റ്റൻസ്. ഇത് നമ്മുടെ അമ്മീറ്ററാണ്. ബേസിക്കായിട്ട് സർക്യൂട്ട് ഇത്രേ കാണത്തുള്ളൂ. ആ ബേസിക് റിലേഷൻസ് നമുക്ക് നോക്കാം. ആ പറഞ്ഞ ആൾക്കാരെയൊക്കെ IM അമ്മീറ്ററിൻ്റെ ദ ടോട്ടൽ കറണ്ട് ടു ബി മെഷേർഡ് ഇസ് IM എന്ന് പറഞ്ഞാൽ മീറ്റർ കറണ്ടാണ്. മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള കറണ്ട് പാസിംഗ് ത്രൂ ദ മീറ്റർ. IS ഷണ്ട് കറണ്ട്. RM മീറ്റർ റെസിസ്റ്റൻസ്, അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. RS ഷണ്ട് റെസിസ്റ്റൻസ്. ഈ ബേസിക് റിലേഷൻസ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ കറണ്ട്, ഇവിടുന്ന് വരുന്ന കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. IM പ്ലസ് IS. ദ ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു IM പ്ലസ് IS. ആ റിലേഷനകത്തുനിന്ന് നമുക്ക് IS ഈക്വൽ ടു, ഇതിന് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ IS ഇസ് ഈക്വൽ ടു I മൈനസ് IM എന്ന് എഴുതാം. രണ്ടുപേരും പാരലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ആ റിലേഷൻ വെച്ചിട്ട് I മൈനസ് IM ഇൻറ്റു RS, അതായത് I മൈനസ് IM അതായിരിക്കും IS. IS ഇസ് ഈക്വൽ ടു I മൈനസ് IM.
ആ കറണ്ട് ഇൻറ്റു ആർ എസ്, I minus IM into RS is equal to IM into RM. വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണ് പാരലൽ സർക്യൂട്ടിൽ. അതിനകത്ത് RS is equal to IM into RM by ഈ ടേം ഇപ്പുറത്ത് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ IM-നെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ടേമിൽ നിന്ന് IM-നെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി ന്യൂമറേറ്ററിൽ നിന്ന് IM മാറ്റി ഡിനോമിനേറ്ററിൽ ഒരു IM കോമൺ എടുത്തു. ആ IM കോമൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു IM ഉണ്ട്, ന്യൂമറേറ്ററിലും ഒരു IM ഉണ്ട്. IM അത് ക്യാൻസലാവും. ഡിനോമിനേറ്റർ I മൈനസ് IM മൈനസ് 1 എന്ന് വരും. I by IM മൈനസ് 1. ആ IM ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. This gives the relation RS is equal to RM by N minus 1, where N is the ratio of I to IM. The ratio of I to IM. N is the ratio of I to IM. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കണം. N is equal to I by IM, where IM is the ഫുൾ സ്കെയിൽ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള കറണ്ട്, മീറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ദ കറണ്ട് വിച്ച് ഈസ് മെഷേർഡ് ബൈ ദ മീറ്റർ. I is the total current to be measured, അല്ലെങ്കിൽ the total current to which the range can be extended. ഇതിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ അല്ലെങ്കിൽ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഉറപ്പായിട്ടും. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് I എന്തുവാ, IM എന്തുവാ, RM എന്തുവാ, RSH എന്തുവാ, ആ കാര്യങ്ങളൊന്ന് തിരിച്ചറിയുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ സാമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു മാർക്ക് കൊണ്ട് തരുന്ന ഒരു ഏരിയയാണ് റേഞ്ച് എക്സ്റ്റൻഷൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിയാതെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ അല്ലെങ്കിൽ അമ്മീറ്ററിൻ്റെ പ്രോബ്ലം ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏരിയ പഠിക്കുമ്പോഴത്തേക്ക് പ്രോബ്ലത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നന്നായിരിക്കും. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് RM-ൻ്റെയും RSH-ൻ്റെയും ബാക്കി കണ്ടീഷൻസും കൂടെ പറയുവാണ്. നമ്മുടെ അമ്മീറ്ററിൻ്റെ ഷണ്ടിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ട്, അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടിലെ ഷണ്ട് റെസിസ്റ്റൻസും ഇത് മീറ്റർ റെസിസ്റ്റൻസുമാണ്. അമ്മീറ്റർ ഇതാ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, പാരലായിട്ട് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ തന്നെ ഒരു സ്വാമ്പിംഗ് റെസിസ്റ്റൻസിനെയും കൂടെ കാണാം. സ്വാമ്പിംഗ് റെസിസ്റ്റൻസിനെ കാണുക എന്ന് വെച്ചാൽ നമുക്കറിയാം വാട്ട് ഈസ് സ്വാമ്പിംഗ് റെസിസ്റ്റൻസ്. നേരത്തെയുള്ള പ്രീവിയസ് സെക്ഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് സ്വാമ്പിംഗ് റെസിസ്റ്റർ ഉപയോഗിക്കുക. ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന പ്രോബ്ലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇസ് കോൾഡ് സ്വാമ്പിംഗ് റെസിസ്റ്റൻസ്. അങ്ങനെ എന്തിനാണ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ എ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ്? ആ സ്വാമ്പിംഗ് റെസിസ്റ്റൻസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് RSH അല്ലെങ്കിൽ അമ്മീറ്റർ ഷണ്ട് എന്ന് പറയുന്നതിന് ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഫാക്ടർ വളരെ കുറവായിരിക്കും. അതായത് ഓൾമോസ്റ്റ് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള, പ്രാക്ടിക്കലി അത് സംഭവിക്കത്തില്ല എങ്കിലും ഓൾമോസ്റ്റ് 0 വെരി സ്മോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും നമ്മൾ അമ്മീറ്ററിൻ്റെ ഷണ്ട് നിർമ്മിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ മീറ്ററിൻ്റെ റെസിസ്റ്റൻസും ടെമ്പറേച്ചറുമായിട്ടുള്ള വേരിയേഷൻ റീഡിങ്ങിനെ ബാധിക്കും. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ഫോർ RM. മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RM എന്ന് പറയുന്ന മീറ്റർ റെസിസ്റ്റൻസും ടെമ്പറേച്ചറുമായിട്ടുള്ള വേരിയേഷൻ നമ്മുടെ റീഡിങ്ങിനെ ബാധിക്കും. അതല്ലെങ്കിൽ ദ വേരിയേഷൻ ഓഫ് RM ആൻഡ് RSH അല്ലെങ്കിൽ RS, the reading അല്ലെങ്കിൽ the variation of RM and RS should be same. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്ന കാര്യത്തിൽ രണ്ടു പേരുടെയും പ്രോപ്പർട്ടി ഏകദേശം സെയിം ആയിരിക്കണം. അതർവൈസ് റീഡിംഗ് വിൽ ഗോ എറേനിയസ്. നോർമലി നമ്മൾ ഷണ്ട് മാത്രം കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ രണ്ടു പേരുടെയും ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ പ്രോപ്പർട്ടി സെയിം ആയിരിക്കത്തില്ല. ദെയർഫോർ എന്ത് ചെയ്യും, പ്രാക്ടിക്കലി അത് അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ടാണ് വി ഇൻട്രൊഡ്യൂസ് സ്വാമ്പിംഗ് റെസിസ്റ്റൻസ്. സ്വാമ്പിംഗ് റെസിസ്റ്റൻസും കൂടെ ഈ മീറ്ററിൻ്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ രണ്ട് പേരുടെയും ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചുള്ള റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് ഫോർ RS ആൻഡ് ഈ സർക്യൂട്ടിലെ RM പ്ലസ് ഇവിടെ RS എന്ന് കാണിച്ചിട്ടുണ്ട്, അത് സ്വാമ്പിംഗ് റെസിസ്റ്റൻസിൻ്റെതാണ്, പ്ലസ് സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് വളരെ ചെറിയ ചേഞ്ചേ ഉണ്ടാകത്തുള്ളൂ. ഏകദേശം ഇവരുടെ രണ്ട് പേരുടെയും
ടെമ്പറേച്ചർ വേരിയേഷൻ വിത്ത് റെസിസ്റ്റൻസ് ഒരേ ലെവലിലാവും. അതാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ്. നെക്സ്റ്റ് വൺ നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെ കേസിലോട്ട് കിടക്കാം. മൾട്ടിപ്ലയർ വെച്ചിട്ടുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ എക്സ്ട്രാ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ റേഞ്ച് എക്സ്റ്റൻഷൻ? SHൻ്റെ കാര്യം നമ്മൾ കണ്ടായിരുന്നു. ഷണ്ടിൻ്റെ അമ്മീറ്റർ ഷണ്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. RSH is equal to RM/N-1 എന്നൊരു റിലേഷനാണ് നമ്മൾ കണ്ടത്. ഇവിടെ വോൾട്ട് മീറ്ററിൻ്റെ കേസിൽ കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ എണ്ണി നോക്കുവാണെങ്കിൽ വോൾട്ട് മീറ്റർ റേഞ്ച് എക്സ്റ്റൻഷൻ്റെ പ്രോബ്ലങ്ങളും അമ്മീറ്റർ റേഞ്ച് എക്സ്റ്റൻഷൻ്റെ പ്രോബ്ലങ്ങളും ഏകദേശം സെയിമാണ്. 1-2 ക്വസ്റ്റ്യൻസ് കൂടുതൽ വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ്. പിന്നെ വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ അതല്ലെങ്കിൽ രണ്ടാമത്തെ വോൾട്ട് മീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങളും ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ ജസ്റ്റ് വോൾട്ട് മീറ്റർ സെൻസിറ്റിവിറ്റി വെച്ചിട്ട് ബേസിക് റിലേഷൻസ് V is equal to IR എന്ന് പറഞ്ഞ ബേസിക് റിലേഷൻ മാത്രം അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് സെൻസിറ്റിവിറ്റി എന്ന് കേൾക്കുമ്പം വേറൊരു ഇക്വേഷനിലോട്ട് നമ്മൾ പോകാതിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എത്ര വേണം? അപ്പോൾ അതാ നോക്കിയോ, വോൾട്ട് മീറ്റർ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. മീറ്റർ ഇവിടെ ഉണ്ട്. മീറ്ററിൻ്റെ കറണ്ട് IM, മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RM. മീറ്ററിന് സീരീസ് ആയിട്ട് വി ആർ കണക്റ്റിംഗ് ആൻ എക്സ്ട്രാ റെസിസ്റ്റൻസ് വിച്ച് ഈസ് കോൾഡ് മൾട്ടിപ്ലയർ. RM മൾട്ടിപ്ലയറിൻ്റെ റെസിസ്റ്റൻസ് അല്ല, മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആ. ആൻ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് വിത്ത് ദ മീറ്റർ എ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് കോൾഡ് എ മൾട്ടിപ്ലയർ. ഇവിടെ R ആണ് മൾട്ടിപ്ലയർ. The value of multiplier is, അല്ലെങ്കിൽ the resistance of the multiplier is R. ടോട്ടൽ നമ്മൾ കൊടുത്ത വോൾട്ടേജ് ആണ് V. അല്ലെങ്കിൽ ഏത് ലെവലിലോട്ടാണ് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂ ആയിരിക്കും V. യഥാർത്ഥത്തിലുള്ള മീറ്ററിൻ്റെ റീഡിങ്ങിനെ സ്മോൾ v ആയിട്ടും സപ്ലൈ വോൾട്ടേജിന് അല്ലെങ്കിൽ ദ റേഞ്ച് ടു വിച്ച് ദ വോൾട്ട് മീറ്റർ അപ്പോൾ ഏത് റേഞ്ചിലോട്ടാണോ ഏത് വലിയ വാല്യൂവിലോട്ടാണോ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അതിനെ ക്യാപിറ്റൽ V എന്നും, വോൾട്ട് മീറ്റർ യഥാർത്ഥത്തിൽ ഇപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആ റീഡിങ്ങിനെ V എന്നും വിളിക്കാം. ക്യാപിറ്റൽ V വോൾട്ടേജ് ടു ബി മെഷേർഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ടു വിച്ച് റേഞ്ച് ഈസ് ടു ബി എക്സ്റ്റെൻഡഡ് എന്നും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. സ്മോൾ v വോൾട്ടേജ് അക്രോസ് ദ മീറ്ററിൻ്റെ വോൾട്ടേജ്. IM ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള കറണ്ട്, മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള കറണ്ടാണ്. R is the resistance in series with the meter to extend the range. നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ റെസിസ്റ്റൻസിനെയാണ് R എന്ന് വിളിക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. RM മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഒറിജിനലായിട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ RM എന്ന് പറയും. V സപ്ലൈ വോൾട്ടേജ് V. സപ്ലൈ വോൾട്ടേജ് ഇവിടുന്ന് കൊടുത്ത V ഈ രണ്ട് ഭാഗത്തും പാരലൽ അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ആ ഇക്വേഷൻ എഴുതിയേക്കുന്നത് V is equal to IM into R plus RM. ആകെപ്പാടെ ഒരു വഴിയേ ഉള്ളൂ കറണ്ട് പോകാനായിട്ട്. അപ്പോൾ IM എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും RMലെ കറണ്ടും താഴെയുള്ള റെസിസ്റ്റൻസിലെ കറണ്ടും രണ്ടുപേരുടെയും കറണ്ട് IM തന്നെ ആയിരിക്കും. IM into R plus RM. അത് Vയുടെ കാര്യം. V is equal to IM into RM plus R. സ്മോൾ v വോൾട്ട് മീറ്ററിൻ്റെ അക്രോസ് മാത്രമുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ സ്മോൾ v is equal to IM മീറ്ററിൻ്റെ കറണ്ട് ഇൻറ്റു മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. V is equal to IM/RM. ആ രണ്ട് ഇക്വേഷൻസും കൂടെ ക്യാപിറ്റൽ V സ്മോൾ v ആ രണ്ട് ഇക്വേഷൻസും കൂടെ ഡിവൈഡ് ചെയ്തതാണ് ഈ കാണുന്നത് IM into R plus RM by IM into RM. IM ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് V by V is equal to R plus RM by RM. Where V by V, capital V by small v, the value of range to be extended അല്ലെങ്കിൽ total supply voltage to the voltage of the meter. The ratio capital V by small v അല്ലെങ്കിൽ ഏത് റേഞ്ച് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് സപ്ലൈ വോൾട്ടേജ് ടു ദ വോൾട്ടേജ് ഓഫ് ദ മീറ്റർ അതിനെ V by V is called small m. മൾട്ടിപ്ലൈയിങ് പവർ
V by V is called small m multiplying power. ആ multiplying power എന്ന് പറയുന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിങ് പവർ എന്ന് പറയുന്ന ആ വാക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫിക് ആയിട്ട് വന്നിട്ട് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്ക് ഓർത്ത് വെച്ചേക്കണം. വേർ m is called the multiplying power. V by V is equal to small m which is the multiplying power. V by V ഇവിടെ ഉണ്ട്, അതിന് പകരം നമുക്ക് സ്മോൾ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനകത്ത് ആർ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആർ ബൈ ആർ എം പ്ലസ് 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. ആർ ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. ബേസിക്കായിട്ട് ആ രണ്ട് റിലേഷൻസ് മാത്രം ഓർത്തിരുന്നാൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതായത് അമ്മീറ്റർ ഷണ്ടിനാണെങ്കിൽ ആർ എസ് എച്ച് ഇസ് ഈക്വൽ ടു ആർ എം ബൈ എൻ മൈനസ് 1ഉം വോൾട്ട് മീറ്ററിനാണെങ്കിൽ ദ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. എം മൾട്ടിപ്ലൈയിങ് പവറും എൻ ഷണ്ടിനകത്ത് ആ റേഷ്യോ ഓഫ് കറൻസും, ആ കാര്യം മാത്രം ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യുന്നതായിട്ടാണ്. വോൾട്ട് മീറ്ററിൻ്റെ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ വോൾട്ട് മീറ്റേഴ്സിലും അമ്മീറ്ററിൽ നമ്മൾ ഷണ്ട് ഉപയോഗിച്ചു, വോൾട്ട് മീറ്ററിൽ നമ്മൾ മൾട്ടിപ്ലയർ ഉപയോഗിച്ചു. രണ്ട് കേസിലും എടുത്തു പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഉറപ്പിച്ച് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലയറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് കേസിലും ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് റെസിസ്റ്റൻസിന് കാര്യമായ ചേഞ്ച് സംഭവിക്കരുത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദെയർ ഷുഡ് നോട്ട് ബി റെസിസ്റ്റൻസ് വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അത് ലീസ്റ്റ് പോസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയേഴ്സ്. ഷണ്ടിനും മൾട്ടിപ്ലയേഴ്സിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽസാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പ്രാക്ടിക്കലി നോ റെസിസ്റ്റൻസ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 0 ആയ, പ്രാക്ടിക്കലി നിയർ ടു 0 എന്ന് പറയാവുന്ന മെറ്റീരിയൽസിനെ വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെ പ്രാക്ടിക്കലി ആ വാല്യൂ നിയർ ടു 0 എന്ന് പറയണമെങ്കിൽ ദ മെറ്റീരിയൽ ഷുഡ് ബി ഒന്നെങ്കിൽ കോൺസ്റ്റാൻറ്റിൻ അല്ലെങ്കിൽ മാംഗനീൻ. ഇതായിരിക്കണം അമ്മീറ്റർ ഷണ്ടും വോൾട്ട് മീറ്ററിൻ്റെ മൾട്ടിപ്ലയേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ്. ആ മെറ്റീരിയലും കൂടെ ശ്രദ്ധിച്ചോണം. മാത്രമല്ല അമ്മീറ്ററിൻ്റെ കേസിൽ നമ്മൾ ഒരു സ്വാമ്പിംഗ് റെസിസ്റ്റൻസിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന സംഗതിയും ഈ രണ്ട് മെറ്റീരിയൽസ് വെച്ച് തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ കോൺസ്റ്റാൻറ്റിൻ അല്ലെങ്കിൽ മാൻഗാൻ, ആ മെറ്റീരിയൽ തന്നെ ആയിരിക്കും. അവിടെ ആ രണ്ട് വാല്യൂസിൻ്റെ രണ്ടിൻ്റെയും വേരിയേഷൻ ഓൾമോസ്റ്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. മെറ്റീരിയൽ സെയിം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഷണ്ട് മൾട്ടിപ്ലയർ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞ സർക്യൂട്ട്സ് അല്ലെങ്കിൽ വി ആർ കൺഫൈൻഡ് ടു മോസ്റ്റ്ലി DC സർക്യൂട്ട്സ്. AC സർക്യൂട്ട്സിൽ എന്താണ്, അല്ലെങ്കിൽ AC സർക്യൂട്ട്സിന് ഇതേ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയ രണ്ട് പേരെന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സാണ്. കറണ്ട് ട്രാൻസ്ഫോമേഴ്സും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സും. വാട്ട് ഈസ് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ CTPTയുടെ ആ സെഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മൾ ഈ കാര്യം കൂടെ ഡിസ്കസ് ചെയ്യും. എന്തിന് CTPTനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വാട്ട് ആർ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു റേഞ്ച് എക്സ്റ്റൻഷൻ ഇൻ AC സർക്യൂട്ട്സ്, അതിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമുക്കൊരു മൂവിങ് അയൺ AC അമ്മീറ്ററിൻ്റെ കേസ് വെച്ച് നോക്കാം. ഒരു AC റീഡ് ചെയ്യുന്ന മീറ്റർ ആണെങ്കിൽ ദെയർ വിൽ ഡെഫിനറ്റ്ലി ബി ഫ്രീക്വൻസി മൂലമുള്ള പ്രശ്നങ്ങൾ. AC മീറ്റേഴ്സിൽ ഫ്രീക്വൻസി മൂലമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫ്രീക്വൻസി മൂലമുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ റിയാക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. അപ്പം ചുരുക്കം പറഞ്ഞാൽ ആ കോയിലിൻ്റെ റെസിസ്റ്റൻസും വിഷയമാകും, ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസും, ഈ രണ്ട് കാര്യങ്ങളും വിഷയമാകും. മൾട്ടിപ്ലയർ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, മൾട്ടിപ്ലയറിൻ്റെ ഡിസൈനിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ദ മൾട്ടിപ്ലയർ ഷുഡ് ബി നോൺ ഇൻഡക്റ്റീവ്ലി വൗണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ മാക്സിമം കുറവായിരിക്കണം. പക്ഷേ എത്ര കുറച്ച് വെച്ചാലും അമ്മീറ്റേഴ്സിൻ്റെ കേസിലൊക്കെ എല്ലിൻ്റെ എഫക്റ്റ് ഉറപ്പായിട്ടും വരും, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് ഉറപ്പായിട്ടും വരും. അപ്പം ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും സെൽഫ് ഇൻഡക്റ്റൻസിന് റിയാക്റ്റൻസിന്. അപ്പോൾ റിയാക്റ്റൻസിന് ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള വേരിയേഷൻ റീഡിങ്ങിന് റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് റീഡിങ്ങിനെ ഇറേനിയസ് ആക്കാതിരിക്കണമെങ്കിൽ കൺസിഡർ ആൻ അമ്മീറ്റർ.
അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഒരു അമ്മീറ്ററിൻ്റെ ഷണ്ട്, അമ്മീറ്ററിന് പാരലായിട്ട് ഷണ്ട്, അതിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഈ അമ്മീറ്ററിൻ്റെയും നമ്മുടെ ഷണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഷണ്ടിൻ്റെ റെസിസ്റ്റൻസിനെ RSH എന്നും ഷണ്ടിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെ LSH എന്നും നോട്ട് ചെയ്യാം. അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ RM എന്നും അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെ LM എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസി കൊണ്ടുള്ള വേരിയേഷൻസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ട് റിലേഷൻ ഷുഡ് ബി മെയിൻറ്റൈൻഡ് എന്ന് ചോദിച്ചാൽ LSH ബൈ RSH ഇസ് ഈക്വൽ ടു LM ബൈ RM. LSH ബൈ RSH ഇസ് ഈക്വൽ ടു LM ബൈ RM. വെറുതെ റിലേഷൻ എന്ന് പറഞ്ഞാൽ പോരാ. ദിസ് ക്ലിയർലി ഷോസ് ദാറ്റ് ദ time constant of the shunt circuit should be same as the time constant of the meter circuit. അപ്പം AC റേഞ്ച് എക്സ്റ്റൻഷൻ്റെ കേസിൽ ഈ ഒരു കണ്ടീഷൻ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ റീഡിങ് എറേനിയസ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. AC സർക്യൂട്ട്സിൽ ഡിസൈൻ കൺസിഡറേഷനിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ ഷണ്ട് സർക്യൂട്ട് ഷുഡ് ബി സെയിം ആസ് ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീറ്റർ സർക്യൂട്ട്സ്. പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ രണ്ട് സർക്യൂട്ടിൻ്റെയും ടൈം കോൺസ്റ്റൻറ്റുകൾ സെയിം ആയിരിക്കണം. എന്നാലേ ഫ്രീക്വൻസിയെ കുറച്ചെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ആ റേഞ്ച് എക്സ്റ്റൻഷൻ പ്രോസസ്സ് എറർ ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ കുറച്ച് പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഏരിയയിൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് SSC JEയുടെ ക്വസ്റ്റ്യൻസാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പോയേക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം SSC JEയുടെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മുടെ PSCയുടെ ബേസിക് എക്സാംസ് തൊട്ട് അങ്ങോട്ട് സബ് എഞ്ചിനീയർ ആയാലും ഡിഗ്രി ലെവൽ എക്സാംസ് AE ആയാലും എല്ലാത്തിനകത്തും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമെന്നേ ഉള്ളൂ. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സബ് എഞ്ചിനീയർ ലെവൽ തൊട്ട് മേളിലോട്ടുള്ള എല്ലാ എക്സാംസിനും വന്നിട്ടുണ്ട്. ആ തിയറി പോർഷൻസ് ഇൻസ്ട്രക്ടർ ലെവലിലുള്ള എക്സാംസ് മുതൽ മേളിലോട്ട് ഓവർസിയറിനും എല്ലാം ആ തിയറി പോർഷൻസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പൊതുവിൽ മെഷർമെൻറ്റ്സിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ കുറച്ച് കൺഫൈൻഡാണ്. നമുക്ക് കുറച്ച് ഏരിയ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് കിട്ടും. തിയറി എല്ലായിടത്തും നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ പ്രോബ്ലംസ് കുറച്ച് ഏരിയ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് മിക്കവാറും ആ ഒരു ഏരിയയും തന്നെ ആയിരിക്കും കൂടുതൽ. ആ ഒരു ഏരിയ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ റെസ്പോൺസ് ടൈം ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസ്പോൺസ് ടൈം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഏത് സിസ്റ്റമാണ് റെസ്പോൺസ് ടൈമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ആ ഓപ്ഷൻസ് കൂടെ കാണാം. ഡിഫ്ലക്റ്റിംഗ്, ഡാമ്പിംഗ്, കൺട്രോളിംഗ് ആൻഡ് സപ്പോർട്ട് ടൈപ്പ് ഓഫ് ദ മൂവിങ് സിസ്റ്റം. ബേസിക് ആയിട്ട് ഉള്ള സിസ്റ്റങ്ങൾ ആദ്യത്തെ മൂന്നെണ്ണമാണ്. നമ്മൾ തിയറി പഠിച്ചിട്ടുള്ള അനുസരിച്ച്, പ്രീവിയസ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അനുസരിച്ച് ബേസിക് സിസ്റ്റങ്ങൾ ആദ്യത്തെ മൂന്നെണ്ണമാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ക്ലിയർലി will be connected with deflecting system എന്നായിരിക്കും. പെട്ടെന്ന് ഡിഫ്ലക്റ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതായിരിക്കും അവരുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരാൻ പോകുന്ന ഉത്തരം. പക്ഷെ ഒന്നും കൂടെ ആ ക്വസ്റ്റ്യനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര പെട്ടെന്ന് അയാൾ അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ നമുക്കിപ്പം ബേസിക്കായിട്ട് ഒരു ഡയലും ഒരു പോയിൻ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ നമ്മളൊരു ബേസിക് ആയിട്ടൊരു ഡിഫ്ലക്ഷൻ ടോർക്ക് കിട്ടുന്നു, ആ പുള്ളിക്കാരൻ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, ഒരു റീഡിങ്ങിലേക്ക് പോകുന്നു. നമ്മൾ ഡാമ്പിങ്ങിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഓവർ ഡാമ്പിങ് ആണെങ്കിൽ, ആ ഡാമ്പിങ് കൂടുതലാണെങ്കിൽ ദ മൂവ്മെൻറ്റ് വിൽ ബി വെരി സ്ലോ, ലെതാർജിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഡാംഡ് ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റിൽ അവിടെ ചെന്നിട്ട് കൃത്യമായി ആ പോയിന്റിൽ ഓസിലേഷൻസ് ഇല്ലാതെ സസ്റ്റെയിൻ ചെയ്യുമെന്നും, അതല്ല
അണ്ടർ ഡാമ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഓസിലേഷൻസ് കൂടുതലാകുന്ന രീതിയിലാണെന്നും. അപ്പോൾ എങ്ങനെ ആ റെസ്പോൺസ് എപ്പോഴാണോ നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അനുസരിച്ച് അയാളുടെ ഫൈനൽ പൊസിഷനിലേക്ക്, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആയിരിക്കണമെന്നില്ല, ഫൈനൽ ഇൻഡിക്കേറ്റിംഗ് വാല്യൂവിലേക്ക് പോകുന്നതിൻ്റെ സ്പീഡ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം തീരുമാനിക്കുന്നത് അതിൻ്റെ ഡാമ്പിംഗ് സിസ്റ്റം ആയിരിക്കും. ഡാമ്പിംഗ് സിസ്റ്റം പ്രോപ്പർ ആണെങ്കിൽ, ക്രിട്ടിക്കലി ഡാംഡ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓസിലേഷൻസ് ഇല്ലാതെ ഫൈനൽ പൊസിഷനിലേക്ക് എത്തും. ഓവർ ഡാംഡ് ആണെന്നുണ്ടെങ്കിൽ ദ റെസ്പോൺസ് ടൈം വിൽ ബി സ്മോൾ. അല്ലെങ്കിൽ ഇവിടെ റെസ്പോൺസ് ടൈം എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ടോർക്ക് കിട്ടിയതിന് ശേഷം ആ പ്രോപ്പർ റീഡിങ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ആ സമയത്തിനെയാണ് അവർ റെസ്പോൺസ് ടൈം എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ ആൻസർ ഇസ് ബി, ഡാമ്പിംഗ് സിസ്റ്റം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 150 വോൾട്ട് മൂവിങ് ആൻഡ് വോൾട്ട് മീറ്റർ. 150 വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച്, വോൾട്ട് മീറ്റർ മാക്സിമം 150 വോൾട്ട് റീഡ് ചെയ്യാനുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള വോൾട്ട് മീറ്ററാണ്. ആക്യുറസി ക്ലാസ് 1 റീഡ്സ് യഥാർത്ഥത്തിൽ 75 വോൾട്ടാണത് റീഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് 75 വോൾട്ടും തിയറട്ടിക്കലി കിട്ടേണ്ടിയിരുന്ന വാല്യൂ, ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 150 വോൾട്ടുമാണ്. ബേസിക്കലി ദ മാക്സിമം പോസിബിൾ എറർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂസ് എ എം മൈനസ് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആയിരിക്കും എറർ നമുക്ക് തരുന്നത്. പക്ഷേ എറർ ആസ് എ ആരെ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത്, മാക്സിമം പോസിബിൾ എറർ. ഇതാ ജസ്റ്റ് ഡിഫറൻസ് ഇൻ റീഡിങ് മാത്രമാണ്. ട്രൂ വാല്യൂവിൻ്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും എററിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ആപ്റ്റായിട്ടുള്ള ഇക്വേഷൻ. AM - AT/80. AM - AT എന്ന് പറയുമ്പോൾ 75 മെഷേർഡ് വാല്യൂ, ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മെഷർ ചെയ്യേണ്ടിയിരുന്ന വാല്യൂ 150 ആണ്. 150 ബൈ ആ 150 യഥാർത്ഥ വാല്യൂ. 75 - 150 is equal to -75 by 150, 1/2 -0.5. -0.5 ആയിരിക്കും ആക്ച്വൽ വാല്യൂ. പക്ഷേ ഇവിടെ നെഗറ്റീവായിട്ട് ഒരു വാല്യൂസും തന്നിട്ടില്ല. അപ്പം അതിനകത്ത് നിന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നെഗറ്റീവ് എറർ ആണെന്നുള്ളത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. 0.5 ആയിരിക്കും ആപ്റ്റായിട്ടുള്ള ആൻസർ. ഇനി ഇതിനകത്ത് ജസ്റ്റ് എങ്ങനെയാണ് എറർ സംഭവിച്ചത് അതിനെ ട്രൂ വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എറേഴ്സിൻ്റെ ഗ്യാരൻറ്റീഡ് എറർ തൊട്ട് എറേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു സെഷനും കൂടെ എററിനെ പറ്റി മാത്രം ഉണ്ടാവും. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എറേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഇത് ജസ്റ്റ് ബേസിക്കലി എററിൻ്റെ ഇക്വേഷൻ ഒന്നും അറിയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്, DC വോൾട്ട് മീറ്റർ ഹാസ് എ സെൻസിറ്റിവിറ്റി. DC വോൾട്ട് മീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. DC വോൾട്ട് മീറ്റർ ഹാസ് എ സെൻസിറ്റിവിറ്റി ഓഫ് 1000 ohm per volt. വോൾട്ട് മീറ്റർ സെൻസിറ്റിവിറ്റിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയെ ബേസ് ചെയ്തൊരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ചിന്തിക്കരുത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ആസ് എ സെൻസിറ്റിവിറ്റി എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് സെൻസിറ്റിവിറ്റിയുടെ ബേസിക് ഇക്വേഷൻസിലോട്ട് നമ്മുടെ ചിന്ത പോവും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സത്യം പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു വാക്കിനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിലും സിമ്പിളായിട്ട് മെഷർമെൻറ്റ്സിൻ്റെ A to Z കാര്യം അറിയാത്തൊരു മനുഷ്യൻ, ABCD പോലും അറിയാത്തൊരു മനുഷ്യന് പോലും ഈ കണക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ റീഡിങ്ങിനെ അല്ലെങ്കിൽ ആ യൂണിറ്റിനെ ഒന്ന് നോട്ട് ചെയ്തിരുന്നാൽ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ പെട്ടെന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കി നോക്കാം. when it measures half full scale reading in 100 volt range. ഹാഫ് ഫുൾ സ്കെയിൽ റീഡിംഗ് ആണ് അത് മെഷർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. 100 വോൾട്ട് റേഞ്ചിൽ ദ കറണ്ട് ത്രൂ ദ വോൾട്ട് മീറ്റർ വിൽ ബി. ആ വോൾട്ട് മീറ്ററിലെ കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1000 ohm per volt എന്നാണ് പറഞ്ഞേക്കുന്നത്. 1000 ohm per volt ആണ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്നുള്ള ആ ടേം അവിടെ നിൽക്കട്ടെ. ഓം പെർ വോൾട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബൈ വോൾട്ടേജ്. ആ വാല്യൂ ആണ് 1000 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. റെസിസ്റ്റൻസ് ബൈ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 1000. അവർ ചോദിച്ചിരിക്കുന്നത് കറണ്ട് ത്രൂ ദ വോൾട്ട് മീറ്റർ ആണ്. ഇത് റെസിസ്റ്റൻസ് ബൈ വോൾട്ടേജ് ആ കറണ്ട് കിട്ടണമെങ്കിൽ കറണ്ട് ഇസ് ഈക്വൽ ടു ഓംസ് ലോയുടെ ബേസിക് ഇക്വേഷൻ I ഇസ് ഈക്വൽ ടു V/R. ഇത് R/V ആണ്. V/R ചെയ്ത ആൻസറായി. സിമ്പിൾ കാര്യമാണ്. 1/1000
അപ്പം 10⁻³ എന്ന് കിട്ടും. 10⁻³ ഇവിടെ എല്ലാം മില്ലി ആംപിയറിലാണ് എഴുതിയേക്കുന്നത്. അപ്പം 1 മില്ലി ആംപിയർ എന്ന് കിട്ടും. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആൻസർ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ഓടിപ്പോയി മാർക്ക് ചെയ്യുകയും ചെയ്യും. 1 മില്ലി ആംപിയർ ഓപ്ഷനിലുണ്ട്. പക്ഷേ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെൻ ഇറ്റ് മെഷേഴ്സ് ഹാഫ് ഫുൾ സ്കെയിൽ റീഡിംഗ് എന്ന്. ഹാഫ് ഫുൾ സ്കെയിൽ റീഡിംഗ് ആണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ ആ 1 മില്ലി ആംപിയറിൻ്റെ പകുതി ആയിരിക്കും അത് മെഷർ ചെയ്യുന്നത്. 1 മില്ലി ആംപിയറിൻ്റെ പകുതി 1 മില്ലി ആംപിയർ ബൈ 2 0.5 മില്ലി ആംപിയർ. ഇതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. പെട്ടെന്ന് നമ്മൾ 1 മില്ലി ആംപിയറിലോട്ട് പോകും, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ SSCJയുടെ 2014 ക്വസ്റ്റ്യനാ. ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് ആൻ AC അമ്മീറ്റർ. AC അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. AC ഇൻസ്ട്രുമെൻസിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ഷണ്ടുകളോ മൾട്ടിപ്ലയറുകളോ അല്ല ഉപയോഗിക്കുക. കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുക കറണ്ട് ട്രാൻസ്ഫോമറാണ്. ഓക്കെ ആണല്ലോ. AC-യുടെ കേസിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുക എന്നുള്ള ബേസിക് നോളജ് മാത്രം മതി ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 വോൾട്ട് മീറ്റേഴ്സ് ഓഫ് 0 to 300 വോൾട്ട് റേഞ്ച്. 0 to 300 വോൾട്ട് റേഞ്ചിലുള്ള 2 വോൾട്ട് മീറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. 0 to 300 വോൾട്ട് റേഞ്ചിലുള്ള 2 വോൾട്ട് മീറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തു ടു ആൻ AC സർക്യൂട്ട്. AC സർക്യൂട്ട് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ടു ആൻ AC സർക്യൂട്ടിലോട്ടാണ് ആ പാരൽ കണക്ഷൻ AC സർക്യൂട്ടിലാണ് ചെയ്തേക്കുന്നത്. 1 ഓഫ് ദ വോൾട്ട് മീറ്റേഴ്സ്, ആ 2 എണ്ണത്തിൽ ഒരെണ്ണം മൂവിങ് അയൺ ടൈപ്പാണ്, അത് 200 വോൾട്ടാണ് റീഡ് ചെയ്യുന്നത്. ദ അതർ വൺ ഈസ് PMMC ഇൻസ്ട്രുമെൻറ്റ്. ദ റീഡിംഗ് വിൽ ബി, ജസ്റ്റ് ആലോചിക്കുമ്പോൾ തോന്നുന്നത് മൊത്തം 300 ആണ്, അത് രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, അപ്പം 300 വോൾട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ PMMC ബാക്കി എത്ര റീഡ് ചെയ്യണമെന്നാണ്. പക്ഷേ ഓപ്ഷൻസ് കുറച്ചും കൂടെ ഒന്ന് ബുദ്ധിപരമായിട്ട് ഇട്ടിരുന്നെങ്കിൽ, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു 100 വോൾട്ട് ഇട്ടിരുന്നെങ്കിൽ നമ്മളും കൂടെ ആ ഓപ്ഷനിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ 100 വോൾട്ട് കാണാത്തതുകൊണ്ട് നമുക്കൊന്നും കൂടെ ചിന്തിക്കണം. കാര്യമൊന്നുമില്ല, AC സർക്യൂട്ടാണ്, PMMC ഇൻസ്ട്രുമെൻറ്റാണ്. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ AC-നെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള ആ ഇൻഫർമേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ വാല്യുബിൾ ആയിട്ട് വരിക. നിങ്ങൾ ഇതുപോലെ ഒരു വോൾട്ടേജ് എക്സ്ട്രാ എത്ര വോൾട്ട് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞ് മെഷർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം ക്വസ്റ്റ്യൻ്റെ ബേസിക് സ്ട്രക്ചറും കൂടെ ഒന്ന് നോക്കുക. ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് അവരെടുത്ത് പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, എന്ത് ക്വാണ്ടിറ്റിയാണ് AC ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യപ്പെടുന്നത്, അതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം ഫൈനൽ ആൻസറിലോട്ട് എത്താനായിട്ട്. ഈസി ആയിട്ട് ചിലപ്പോൾ ഒരു ആൻസർ നമ്മുടെ മുമ്പിൽ ഒരു 100 വോൾട്ട് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് തോന്നാം അതാണെന്ന്. പക്ഷേ ജസ്റ്റ് ആ ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഏത് ടൈപ്പ് മെഷർമെൻറ്റ്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് ഒരു ആൻസറിൽ എത്തുക. കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ആ രീതിയിലോട്ട് ആയിക്കോളും. 6th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാസ് ദ ഹയസ്റ്റ് ടോർക്ക് വെയിറ്റ് റേഷ്യോ. ബേസിക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ കവർ ചെയ്ത സമയത്ത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയസ്റ്റ് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഉള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന്. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനാണ് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ലാർജസ്റ്റ്. ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഏറ്റവും കൂടുതലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ ക്വസ്റ്റ്യൻ സെൻസിറ്റിവിറ്റിയെ ബേസ് ചെയ്തും വരാം. ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓൾസോ ക്യാൻ ബി മോർ. അപ്പോൾ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നതിന് പകരം സെൻസിറ്റിവിറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഓപ്ഷൻസിനകത്തുനിന്ന് സെലക്ട് ചെയ്യേണ്ടത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറണ്ട് ത്രൂ ദ ഓപ്പറേറ്റിംഗ് കോയിൽ ഓഫ് എ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ഒരു MI ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് കോയിലുള്ള കറണ്ടിനെ ഡബിൾ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിക്കംസ്, ആ ഓപ്പറേഷൻ ഫോഴ്സ് ബിക്കംസ്, ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ബേസിക് ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. I² dl/dθ. അതല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ വേണ്ടി തീറ്റ ഇസ് ഈക്വൽ ടു I²/K dl/dθ. ഇതിലേത് ഇക്വേഷൻ ആണെങ്കിലും ഓക്കെയാ. ആ ബേസിക് ഓപ്പറേഷൻ ഫോഴ്സിന് എന്ത് പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ബേസിക് ഓപ്പറേഷൻ ടോർക്കിൻ്റെ ഇക്വേഷനിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ടോർക്കിൻ്റെ ഇക്വേഷൻ തന്നെ ഫോഴ്സിന് നമുക്ക് ഉപയോഗിക്കാം. കറണ്ടിനുമായിട്ട് സ്ക്വയർ റിലേഷനാണ്, സ്ക്വയർ ലോ റെസ്പോൺസ് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സിമ്പിളാണ് കാര്യം. കറണ്ട് ഡബിൾ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. കറണ്ട് ഡബിൾ ചെയ്യുവാണെങ്കിൽ
ഐ സ്ക്വയർ എന്നാണ് റിലേഷൻ. കറണ്ട് 2 ടൈംസ് ആവുകയാണെങ്കിൽ ദ വാല്യൂ വിൽ ബി 4 ടൈംസ്. ഓപ്പറേഷൻ ഫോഴ്സ് വിൽ ബിക്കം 4 ടൈംസ്. ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും റിലേഷൻ. ആ കാര്യം മാത്രം ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ദ അയൺ എന്ന് വെച്ചാൽ മൂവിങ് അയൺ തന്നെ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ മൂവിങ് അയൺ വെയിൻ, ദ മൂവിങ് അയൺ വെയിൻ വിൽ മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ത് ഡയറക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. ബേസിക്കലി മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിക് വർക്കിംഗ് അട്രാക്ഷൻ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എടുത്ത് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് ആയിരുന്നു മിനിമം റിലക്റ്റൻസ് പാത്തിൽ കൂടെ. അത് ഇത്ര നമുക്ക് ആലോചിച്ച് ബുദ്ധിമുട്ടാനൊന്നുമില്ല. ആ മൂവിങ് അയൺ അല്ലെങ്കിൽ അട്രാക്ഷൻ വരുന്നതെല്ലാം, മാഗ്നറ്റിക് അട്രാക്ഷൻ വരുന്ന കേസുകളിലെല്ലാം സംഭവിക്കുന്നത് മിനിമം റിലക്റ്റൻസ് പാത്ത് കീപ്പ് ചെയ്യാനായിട്ട് അത് ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത്, തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് പടം വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഗർ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് മൂവിങ് അയൺ അകത്തേക്ക് വരുന്നതെന്നുള്ള കാര്യം. ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ദ സ്പ്രിങ്സ് ആർ മെയിൻലി യൂസ്ഡ് ടു. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ സ്പ്രിങ്ങിൻ്റെ എഫക്റ്റ് എന്താണ്? ആ ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. SSC പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് സബ് എഞ്ചിനീയർ പോലത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം വലിയ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ അല്ല, ബേസിക് ക്വസ്റ്റ്യൻ. ഈവൻ വേണമെങ്കിൽ മെഷർമെൻറ്റ്സിൻ്റെ തുടക്കമുള്ള ഏതെങ്കിലും ഇൻസ്ട്രക്ടറോ ഓവർസിയറോ പോലത്തെ PSC വിളിച്ചിട്ടുള്ള കുറച്ചുകൂടെ സബ് എഞ്ചിനീയർ പോലത്തെ അത്ര കട്ടിയില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളും ബേസിക്കലി പോളി ലെവൽ ആയിരിക്കാം, എന്നാലും ആ പോളി ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ പറ്റിയ സിമ്പിൾ തിയറി ക്വസ്റ്റ്യനാണ്. സ്പ്രിങ് എന്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പ്രിങ് പോയിൻ്റർ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ. സ്പ്രിങ് എന്ന് പറയുന്നത് സ്പ്രിങ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് തന്നെ ഉണ്ടെന്ന് അറിയാവുന്ന നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കൺട്രോൾ ദ പോയിൻ്റർ മൂവ്മെൻറ്റ്. കൺട്രോളിങ് ടോർക്ക് കൊടുക്കുന്ന ആളാണ് സ്പ്രിങ്. അപ്പോൾ ടു കൺട്രോൾ ദ പോയിൻ്റർ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm. റെസിസ്റ്റൻസ് 10 ohm ആണ്. മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RM gives a full scale deflection at 0.5 volt. വോൾട്ടേജ് 0.5 volt ആണ്. How can it be adapted to measure a current up to 100 ampere? 100 ampere വരെ കറണ്ട് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ. അപ്പം കറണ്ട് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ക്യാപിറ്റൽ I, ദ റേഞ്ച് ടു വിച്ച് ഇറ്റ് ഈസ് ടു ബി എക്സ്റ്റെൻഡഡ്, അല്ലെങ്കിൽ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, ആ വാല്യൂ 100 ആണ്. ടോട്ടൽ കറണ്ട് ടു ബി മെഷേർഡിനെ നമുക്ക് 100 ആംപിയർ എന്ന് വിളിക്കാം. ഓക്കെ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണമെന്നാണ്. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ 2-3 ഓപ്ഷൻസിനെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് 100 ആംപിയർ വരെ ഉള്ള കറണ്ടിനെ മെഷർ ചെയ്യാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് അമ്മീറ്റർ നിങ്ങൾക്കറിയാം, ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ്. ഷണ്ട് റെസിസ്റ്റൻസ് അതിന് കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെ എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് കണക്റ്റിംഗ് ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില പ്രോബ്ലത്തിനകത്ത് SSCയുടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലത്തിലൊക്കെ കണക്റ്റിംഗ് ഇന്ന റെസിസ്റ്റൻസ് ഇൻ സീരീസ് അല്ലെങ്കിൽ ഇത്രയും റെസിസ്റ്റൻസ് ഇൻ പാരൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ പാരൽ സീരീസ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസിന്, അമ്മീറ്റർ ആണെങ്കിൽ സീരീസിൻ്റെ 2 ഓപ്ഷനെ നമുക്ക് അവിടുന്നേ കളയാൻ പറ്റും. ഇവിടെ പക്ഷേ എല്ലാം കണക്റ്റിംഗ് ഷണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്കിതിനകത്ത് ഏതാണ് വാല്യൂ എന്നുള്ളത് കണ്ടുപിടിച്ചാലേ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ മീറ്ററിൻ്റെ കറണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മീറ്ററിൻ്റെ കറണ്ട് നമുക്ക് തന്നിട്ടില്ല. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 0.5 വോൾട്ടാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 10, അതിൻ്റെ ഡിഫ്ലക്ഷൻ 0.5 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിയും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. V is equal to I into R. അങ്ങനെയാണെങ്കിൽ 0.5 വോൾട്ട് ഇസ് ഈക്വൽ ടു മീറ്ററിൻ്റെ കറണ്ട് നമുക്ക് അറിയത്തില്ല, IM ഇൻറ്റു മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 10. ദിസ് ഇസ് ഈക്വൽ ടു 0.05 എന്ന് കിട്ടും. മീറ്ററിൻ്റെ കറണ്ട് 0.05. ഓക്കെ, അപ്പോൾ ആ കറണ്ടിൻ്റെ വാല്യൂ 0.05 ആണ്. IM ഇസ് ഈക്വൽ ടു 0.05.
എത്ര റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം? ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ RSH ഇസ് ഈക്വൽ ടു മീറ്റർ റെസിസ്റ്റൻസ് RM by N minus 1. RSH is equal to RM by N minus 1, where N is equal to I by IM. മാക്സിമം കറണ്ട് മെഷർ ചെയ്യേണ്ടത് 100 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ 100 ആംപിയർ. IM നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 0.05. ബേസിക് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ 2000. RSH is equal to RM 10 by 2000 minus 1. പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കതിൽ ഇപ്പോൾ 2000 minus 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 10 by 1999 ഡിവൈഡ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞത് ഈ -1 എന്നുള്ളത് അവർ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. ബേസിക് ആയിട്ട് എന്ത് ആൻസർ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നോ ആ രീതിയിലായിരിക്കും ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ 10 by 2000 ചെയ്താലും ഓക്കെ ആയിരിക്കും. 10 by 2000 0.5 by 100 0.005 by connecting a shunt resistance of 0.005 across the meter. ബേസിക് കാര്യമാണ്. റേഞ്ച് എക്സ്റ്റൻഷൻ്റെ വളരെ ബേസിക് ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. ആകപ്പാടെ പെട്ടെന്ന് തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് IM തന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. മീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് തന്നിട്ടില്ല. പക്ഷേ മീറ്ററിൻ്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, ആ മീറ്ററിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം. ആ ഒരു ഐഡിയ മാത്രം പോയാൽ മതി. ബാക്കി കാര്യങ്ങൾ ബേസിക് റിലേഷനാണ്. നമുക്ക് 11th ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് എ ഷണ്ട് മില്ലി അമ്മീറ്റർ ഈസ് 8 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്ലൈയിങ് പവർ ഉൾപ്പെടെയുള്ള ഇക്വേഷൻസ് നമ്മൾ ബേസിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എന്നാലും ബേസിക്കായിട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് ദ ഷണ്ട് ഓഫ് എ മില്ലി അമ്മീറ്റർ ഈസ് 8 എന്നാണ് പറഞ്ഞേക്കുന്നത്. മൾട്ടിപ്ലൈയിങ് പവർ 8 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മില്ലി അമ്മീറ്ററിൻ്റെ കാര്യമാണ്. മില്ലി അമ്മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്ലൈയിങ് പവർ എന്നുള്ള ഇക്വേഷൻ വരുന്നത് അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ്റെ പ്രോബ്ലത്തിലാണ്. അമ്മീറ്റർ റേഞ്ച് എക്സ്റ്റൻഷൻ. ദ റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് ആൻ അമ്മീറ്റർ ക്യാൻ ബി ഡൺ ബൈ എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ദ മീറ്റർ. മീറ്ററിന് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെയാണ് മൾട്ടിപ്ലൈയിങ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് വരിക. മൾട്ടിപ്ലൈയിങ് പവർ 8 എന്നാണ് പറഞ്ഞേക്കുന്നത്. മീറ്ററിൻ്റെ കറണ്ടിനെ IM മീറ്റർ കറണ്ട്, ഷണ്ട് കറണ്ടിനെ നമ്മൾ ISH എന്നും അല്ലെങ്കിൽ IS എന്നും, ടോട്ടൽ കറണ്ടിനെ I എന്നും ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ, ഇഫ് ദ ടോട്ടൽ കറണ്ട് ടു ബി മെഷേർഡ് ഇസ് I, മീറ്റർ കറണ്ട് ഇസ് IM ആൻഡ് ദ ഷണ്ട് കറണ്ട് ഇസ് ISH. ഇങ്ങനെയുള്ള 3 കറണ്ടായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് പവറിൻ്റെ റിലേഷൻ, മൾട്ടിപ്ലൈയിങ് പവർ സ്മോൾ n ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ബൈ മീറ്റർ കറണ്ട്. ദ റേഷ്യോ ഓഫ് ടോട്ടൽ കറണ്ട് ടു മീറ്റർ കറണ്ട് ഇസ് കോൾഡ് മൾട്ടിപ്ലൈയിങ് പവർ. അമ്മീറ്ററിൻ്റെ കേസിലാണ് ഇങ്ങനെ. വോൾട്ട് മീറ്ററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ M ആയിരിക്കും. അവിടെ ടോട്ടൽ വോൾട്ടേജ് ബൈ വോൾട്ടേജ് ഓഫ് ദ മീറ്റർ വേണമെങ്കിൽ ഇവിടെ മീറ്റർ എന്നിവിടെ എക്സ്ട്രാ ആയിട്ട് എഴുതാം. ടോട്ടൽ വോൾട്ടേജ് ടു ബി മെഷേർഡ് ബൈ ദ വോൾട്ടേജ് ഓഫ് ദ മീറ്റർ. ഇവിടെ ടോട്ടൽ കറണ്ട് ടു ബി മെഷേർഡ് ബൈ ദ മീറ്റർ കറണ്ട്. ടോട്ടൽ കറണ്ട് ടു ബി മെഷേർഡ് ബൈ മീറ്റർ കറണ്ട് 8 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അത് 8 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ മീറ്റർ. അതുപോലെ ദ ടോട്ടൽ സർക്യൂട്ട് കറണ്ടും അവർ തന്നിട്ടുണ്ട് 200 മില്ലി ആംപിയർ. ഈ N എന്ന് പറയുന്ന സംഗതിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8, N is equal to 8. ഈ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് I. ടോട്ടൽ കറണ്ട് I തന്നിട്ടുണ്ട്. Iയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 200 മില്ലി ആംപിയർ. അപ്പോൾ റിലേഷൻ N is equal to 8 is equal to 200 മില്ലി ആംപിയർ
ബൈ മീറ്റർ കറണ്ട്. മീറ്റർ കറണ്ട് അറിയത്തില്ല, ക്രോസ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 200/8 എന്ന് കിട്ടും. 200/8 is equal to 25. The answer will be 25 milliampere. ബേസിക്കായിട്ട് അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷൻ്റെ ആ സർക്യൂട്ട് ഒന്ന് മനസ്സിൽ വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇഫ് തീറ്റ റെപ്രസെൻറ്റ്സ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻ്റർ, theta represents the deflection of the pointer, the controlling torque in a spring controlled instrument. നിങ്ങൾക്കറിയാം സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻസ്ട്രുമെൻറ്റിൽ തീറ്റയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, തീറ്റയും കറണ്ടും തമ്മിലുള്ള സ്പ്രിംഗ് കൺട്രോൾഡ് ആണെങ്കിൽ തീറ്റ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്, അല്ലെ കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി സിയുടെ ഇക്വേഷൻ. ടി സി ഇസ് ഈക്വൽ ടു കെ തീറ്റ എന്നാണ് ഇക്വേഷൻ. ടി സി ഇസ് ഈക്വൽ ടു കെ തീറ്റ. ആ കെ മാറ്റിക്കഴിഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കേസ് ഇവിടെ സ്പ്രിംഗ് കൺട്രോൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ സൈൻ തീറ്റ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ആ ഓപ്ഷൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്താൽ നല്ലതായിരിക്കും. ബേസിക് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള അല്ലാത്ത രണ്ടാമത്തെ കൺട്രോളിംഗ് മെക്കാനിസത്തിൽ റിലേഷൻ ഏതാണെന്നും കൂടെ അതിൻ്റെ കൂടെ ഓർക്കാൻ പറ്റിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. 13th question. The range of a DC milliammeter can be extended by using അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ആ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ പറയാം. അമ്മീറ്ററിൻ്റെ റേഞ്ച് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. മീറ്റർ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ അമ്മീറ്റർ ഇപ്പോൾ ഒരു 10 ആംപിയർ മെഷർ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അമ്മീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 ആംപിയർ മെഷർ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അമ്മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലേക്കൂടെ അതിന് മാക്സിമം മെഷർ ചെയ്യാൻ പറ്റുന്ന കറണ്ട്, അല്ലെങ്കിൽ ആ സർക്യൂട്ടിലോട്ട് മാക്സിമം നമുക്ക് ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് 10 ആംപിയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ സർക്യൂട്ടിലോട്ട് ഫ്ലോ ചെയ്യിക്കേണ്ടത് കുറച്ചും കൂടെ വലിയൊരു കറണ്ട് ആണെങ്കിൽ, കുറച്ചും കൂടെ വലിയൊരു വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 50 ആംപിയർ ഈ സർക്യൂട്ടിലേക്കുള്ള ഫ്ലോ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഈ 10 ആംപിയർ എന്ന് പറയുന്ന ഈ അമ്മീറ്ററിനെ 10 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റിയ ഈ അമ്മീറ്ററിനെ ഒന്നാകെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു റേഞ്ച് കൂടിയ വേറൊരു അമ്മീറ്ററിനെ കൊണ്ടുവന്ന് വെക്കാം, വിച്ച് ക്യാൻ മെഷർ 50 ആംപിയർ. പക്ഷേ ഈ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഈ 10 ആംപിയർ മെഷർ ചെയ്യുന്ന അതേ അമ്മീറ്ററിനെ വെച്ച് തന്നെ ഈ സർക്യൂട്ടിൽ കൂടെ ഒരു 50 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വി കണക്ട് ആൻ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് അമ്മീറ്റർ. an extra resistance in parallel with the ammeter. That means ഇതിനകത്ത് ഇവിടുന്ന് വരുന്ന കറണ്ട് അമ്മീറ്ററിനകത്ത് 10 ആംപിയർ തന്നെ ആയിരിക്കും പോവുക. ഇവിടുന്ന് വരുന്ന കറണ്ടിൽ 50 ആംപിയർ ഫ്ലോ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദ എക്സ്ട്രാ 40 ആംപിയർ ഷുഡ് ഫ്ലോ ത്രൂ ദ പാരലൽ സർക്യൂട്ട്. അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മുടെ രണ്ടാമത്തെ പാത്തിൽ കൂടെ ആ 40 ഫ്ലോ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൽ കൂടെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൂടെ ടോട്ടൽ 50 ആംപിയർ പാസ് ചെയ്യുന്നൊരു എഫക്റ്റ് ഉണ്ടാവും. മീറ്ററിനെ റീപ്ലേസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ 10 ആംപിയർ കറണ്ട് ഇതിനകത്തൂടെ സേഫായിട്ട് കടന്നു പോകും. ദ റിമൈനിങ് 40 ആംപിയർ ഷുഡ് ഫ്ലോ ത്രൂ ദിസ്. അങ്ങനെ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് എ ലാർജർ കറണ്ട് ഷുഡ് ഫ്ലോ ത്രൂ എ പാത്ത് ദ റെസിസ്റ്റൻസ് ഷുഡ് ബി ലോ. ആ പാത്തിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അപ്പം ഇതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ആ പാരലായിട്ട് കണക്ട് ചെയ്ത പാത്തിൽ കൂടെയാണ് കൂടുതൽ കറണ്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദ റെസിസ്റ്റൻസ് ഷുഡ് ബി ലോ. ഈ രണ്ട് കാര്യങ്ങളും പാരലൽ റെസിസ്റ്റൻസ് ഷുഡ് ബി ലോ, ഈ രണ്ട് കാര്യങ്ങളും ചേർന്ന് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. എ ലോ റെസിസ്റ്റൻസ് ഷണ്ട്. പാരലൽ എന്നുള്ള വാക്കിന് പകരം അവർ ഷണ്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എ ലോ റെസിസ്റ്റൻസ് ഷണ്ട് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ. ഓക്കെ.